തങ്ങളുടെ കൂടെ നിൽക്കാത്ത നേതാക്കന്മാർക്ക് മുട്ടൻ പണി കൊടുക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്രം. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചിദംബരം. സംശയം വേണ്ട, ചിദംബരത്തിന് ശേഷം കേന്ദ്രം ലക്ഷ്യം വെക്കുന്നത് ആരെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, DK ശിവകുമാർ. അതിന്റെ ആദ്യ പടി ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. വെള്ളിയാഴ്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചിരുന്നു. വെള്ളിയാഴ്ച DK ശിവകുമാറിനോട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാകാൻ വേണ്ടിയിട്ട്. എന്നാൽ ഈ സമൻസിന് എതിരായി DK ശിവകുമാർ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ DKയുടെ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. ഇത് ലക്ഷ്യം വെക്കുന്നത് DK ശിവകുമാറിനെ അറസ്റ്റ് ചെയ്യാനുള്ള കേന്ദ്രത്തിന്റെ നീക്കമാണ്. കാരണം ഒരുപാട് ഓഫറുകൾ DK ശിവകുമാറിന് മുന്നിൽ കേന്ദ്രവും BJPയുടെയും സംഘപരിവാറിന്റെയും നേതാക്കന്മാർ വെച്ചു കഴിഞ്ഞിരിക്കുന്നു. 5000 കോടി രൂപ വരെ നൽകാമെന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകൾ വരെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇതിനൊക്കെ കടക്കുപുറത്ത് പറഞ്ഞുകൊണ്ട് DK ശിവകുമാർ നെഞ്ചും വിരിച്ച് കർണാടക രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ രക്ഷകനായി നിന്നിരുന്നു. അവസാനം വരെ ഓപ്പറേഷൻ താമരയുടെ ഏറ്റവും അവസാനത്തെ ശ്രമത്തിൽ മാത്രമാണ് DK ശിവകുമാറിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. എന്നാൽ ഈ പരാജയം ഏറ്റുവാങ്ങിയ സമയത്ത് പോലും കർണാടകയിൽ നിലവിലുള്ള BJP സർക്കാർ വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ്, സംശയം വേണ്ട. എന്നാൽ നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് 2016 DK ശിവകുമാറിന്റെ വീട്ടിൽ നിന്നും ആദായ നികുതി വകുപ്പ് ഒരു റെയ്ഡ് നടത്തി 8 കോടി രൂപയോളം DKയുടെ കുടുംബാംഗങ്ങളുടെയും ഒക്കെ വീടുകളിൽ നിന്നാണ് ഈ 8 കോടി രൂപയോളം കണ്ടെത്തിയിട്ടുള്ളത്. ഈ 8 കോടി ഹവാല പണം എന്നാണ് ആദായ നികുതി വകുപ്പ് അന്ന് പറഞ്ഞത്. അതിന് മുകളിൽ അവർ കേസെടുക്കുകയും കർണാടക, അതായത് ഡൽഹിയിലെ കർണാടക ഭവനിലെ ജീവനക്കാരനെയും DK ശിവകുമാറിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അന്ന് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസാണ് ഇപ്പോൾ ED മുറുക്കുന്നുള്ളത്. അതായത് കേന്ദ്രത്തിന്റെ തീരുമാനപ്രകാരം നിലവിൽ DK ശിവകുമാറിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം കർണാടകയിൽ നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇതിനോട് DK പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്: എനിക്കൊരു ഭയവുമില്ല, ഞാൻ ആരെയാണ് ഭയപ്പെടേണ്ടത്? എന്റെ പേരിൽ ആരും ആശങ്കപ്പെടേണ്ടതില്ല. എനിക്കറിയാം ഈ കാര്യങ്ങളെ എങ്ങനെ നോക്കി കാണണം എന്നുള്ളത്. എൻ്റെ 84-കാരിയായിട്ടുള്ള എൻ്റെ അമ്മയുടെ പേരിൽ പോലും ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ട് എന്ന് പറയുന്നു. അവർ എൻ്റെ ബിനാമിയാണെന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ആക്രമണങ്ങൾ എനിക്ക് നേരെ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് താൻ നിൽക്കുന്നുള്ളത്. നിയമപരമായിട്ട് ഏത് വശവും ഞാൻ നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് DK ശിവകുമാർ ഇതിനോട് പ്രതികരിച്ചിട്ടുള്ളത്. എന്നാൽ പോലും ചിദംബരത്തിന് ശേഷം DK ശിവകുമാറിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവുമായി കേന്ദ്രം മുന്നോട്ട് വരികയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അനങ്കൂർ, കാസർഗോഡ്.